+1 എങ്ങനെ അഡ്മിഷൻ എടുക്കാമെന്നുള്ള ഫുൾ കാര്യം ഞാൻ ഈ വീഡിയോയിൽ പറഞ്ഞു തരുന്നതായിരിക്കും. അപ്പോൾ ഈ വീഡിയോ മുഴുവനായി കാണാം. SSLC എക്സാം എഴുതി കഴിഞ്ഞ് എല്ലാ ഫ്രണ്ട്സിനും ഷെയർ ചെയ്യുക, പേരൻസിന് ഷെയർ ചെയ്യുക. കാരണം നിങ്ങൾക്ക് ആവശ്യമുള്ള ഡോക്യുമെൻറ്റ്സും ഡേറ്റും പ്രോസസ്സും മൊത്തം ഞാൻ ഈ വീഡിയോയിൽ പറഞ്ഞുതരാം. സോ എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ട് അല്ലെങ്കിൽ എക്സ്ട്രാ വീഡിയോ വേണമെങ്കിൽ അതിനെ പറ്റിയിട്ട് കമൻറ്റും ചെയ്യുക. ഓക്കെ, റെഡി ആണല്ലോ? സോ ലെറ്റ് us begin. അപ്പോൾ നിങ്ങൾക്ക് അറിയായിരിക്കും നിങ്ങളുടെ SSLCൻ്റെ റിസൾട്ട് വന്നിട്ടുണ്ട്. അത് റിസൾട്ട് എല്ലാവരും ചെക്ക് ചെയ്യാനുള്ള ഡിസ്ക്രിപ്ഷൻ ഞാൻ ലിങ്ക് കൊടുത്തിട്ടുണ്ട്, എവിടെ നിന്ന് ചെക്ക് ചെയ്യാമെന്ന്. അതുപോരാതെ നിങ്ങൾ റീവാലുവേഷൻ്റെ ഡേറ്റ് 20 മെയ് മുതൽ 24 മെയ് വരെ ആയിരുന്നു. അതും കഴിഞ്ഞിട്ടുണ്ട്. ഓക്കെ, 24 മെയ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ റീവാലുവേഷൻ കഴിഞ്ഞു. ഇനി അടുത്ത സ്റ്റെപ്പാണ് നിങ്ങൾ അപ്ലിക്കേഷൻ ഫോം ആൻഡ് പ്രോസ്പെക്ടസ്. ഓക്കെ, ഇനി നിങ്ങൾ കുറേ റിസൾട്ടിൻ്റെ വെബ്സൈറ്റിൽ നോക്കിയാൽ ഒന്നും കിട്ടില്ല. നിങ്ങൾ അടുത്ത് നോക്കേണ്ട വെബ്സൈറ്റ് ഏകദേശം ഇങ്ങനെയാണ്. ഇത് hscap.kerala.gov.in. ഓക്കെ, അപ്പോൾ ഞാൻ ലിങ്കിൻ്റെ കാര്യങ്ങളൊക്കെ കൊടുക്കും. അപ്പോൾ നിങ്ങളുടെ +1 അഡ്മിഷന് വേണ്ടിയുള്ള ഏകജാലകം അല്ലെങ്കിൽ സിംഗിൾ വിൻഡോ, എല്ലാവരും അപ്ലൈ ചെയ്യുന്നൊരു വിൻഡോ ഉണ്ട്. ഒരു ബേസിക്കലി ഒരു വെബ്സൈറ്റാണ്. അപ്പോൾ അതിൽ കൂടിയാണ് നടക്കുക. hscap.kerala.gov.in. അത് ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ആ വെബ്സൈറ്റിൽ പോയി ഏകദേശം ഇങ്ങനെ ഉണ്ടാവും. ഓക്കെ, അപ്പം പബ്ലിക്കായിട്ട് അനൗൺസ്മെൻറ്റ് വരെ എന്നാണ് ഡേറ്റ്സ് ഓപ്പൺ. ഇപ്പോൾ അഡ്മിഷന് വേണ്ടിയിട്ട് ആപ്ലിക്കേഷൻ ഫോം ഒന്നും റിലീസ് ആയില്ല. നിങ്ങൾ ഇങ്ങനത്തെ ഒരു വെബ്സൈറ്റാണ് കിട്ടുക. ഓക്കെ, കുറച്ചും കൂടി കഴിയുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഒരു ട്യൂട്ടോറിയൽ വരും, എങ്ങനെ അപ്ലൈ ചെയ്യണമെന്ന് ഒരു മാനുവൽ വരും. അതേപോലെ തന്നെ അപ്ലൈ നൗ എന്ന് പറഞ്ഞിട്ട് വരും. ഓക്കെ, അത് കുറച്ചും കൂടി ദിവസങ്ങൾ കഴിഞ്ഞിട്ടാണ് വരിക. അതിൻ്റെ അപ്ഡേറ്റ്സ് എല്ലാം ഈ ചാനലിൽ അറിയിക്കുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് എല്ലാം ഡീറ്റെയിൽസ് ഇവിടെ ഉണ്ടാവും. എന്നാലും എന്തൊക്കെയാണ് വരാൻ പോകുന്ന കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. അതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ അനുസരിച്ച് അറിയാം. ഓക്കെ, ഇനി നോക്കിക്കോ, നിങ്ങളിതാ ഇങ്ങനെ അപ്ലൈ ഓൺലൈൻ, ഇൻസ്ട്രക്ഷൻസ്, വ്യൂ ലാസ്റ്റ് റാങ്ക് എല്ലാം ഇനി hscap.kerala.gov.in വരുന്നു. ഓക്കെ, നിങ്ങൾക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ്? നിങ്ങൾ അപ്ലൈ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കുറേ ഡോക്യുമെൻറ്റ്സ് വേണം. എന്തൊക്കെ ചെയ്യണം ഞാൻ പറയാം. ഓക്കെ, ഡോക്യുമെൻറ്റ്സ് റിക്വയർഡ് ഫോർ hscap പറഞ്ഞുതരാം. നിങ്ങളുടെ SSLC അല്ലെങ്കിൽ CBSE 10th എക്സാമിൻ്റെ നിങ്ങളുടെ എന്താണ് മാർക്ക് ഷീറ്റ് കൊടുക്കണം. ഓക്കെ, ആൻഡ് നിങ്ങളുടെ ഡീറ്റെയിൽസ്. നിങ്ങളുടെ കേരള സ്റ്റേറ്റ് ആണെങ്കിൽ വളരെ സിമ്പിൾ, എല്ലാ മാർക്കും ഓട്ടോമാറ്റിക്കായി വന്നാലും CBSEക്കാർക്കും എല്ലാവർക്കും നിങ്ങൾക്ക് ഇപ്പോൾ റിസൾട്ട് ഉണ്ടല്ലോ, അത് റെഡിയാക്കി വെക്കുക. ക്ലബ് പാർട്ടിസിപ്പേഷൻ സർട്ടിഫിക്കറ്റ്, നിങ്ങൾക്ക് എന്തെങ്കിലും എക്സ്ട്രാ മാർക്ക് കിട്ടാനുള്ള സംഭവങ്ങളുണ്ടെങ്കിൽ അതൊക്കെ. ഓക്കെ, നിങ്ങളുടെ ഗ്രേസ് മാർക്ക് സംഭവം NTSC ഈ വർഷം ഇല്ലായിരുന്നു, ഉണ്ടെങ്കിൽ അതും വേണമായിരുന്നു. പിന്നെ നിങ്ങളുടെ സ്പോർട്സ്, സ്വിമ്മിങ്, സയൻസ് അങ്ങനത്തെ എല്ലാത്തിനെയും കാര്യങ്ങളും വേണം. പിന്നെ സ്വിമ്മിങ് സർട്ടിഫിക്കറ്റ് കാര്യങ്ങളൊക്കെ വേണം. ഓക്കെ, ഇത് നിങ്ങൾക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് വായിക്കാൻ ഞാൻ 1 സെക്കൻഡ് മാറി തരാം. ഓക്കെ, ഇനി അടുത്ത വേണ്ടതാണ് പ്രോസസ് ടു ഫിൽ hscaponline.com. ഞാൻ നിങ്ങൾക്ക് ഞാൻ സ്ക്രീൻഷോട്ട് ആയിട്ട് ബാക്കി വീഡിയോയിൽ കാണിച്ചു തരാം. ഇനീഷ്യലി വിസിറ്റ് ദ വെബ്സൈറ്റ് DHEERA hscapൽ പോവുക. എന്നിട്ട് അതിന് ഹോം പേജിൽ hscap +1 2022 അഡ്മിഷൻസ് 2023 ആവും ഈ വർഷം വരുമ്പം. ഓക്കെ, ഗോ ത്രൂ ദ ഇൻസ്ട്രക്ഷൻ ബ്ലൂ കുറേ സംഭവങ്ങളുണ്ടല്ലോ. സിമ്പിൾ. ഓക്കെ, സിമ്പിൾ സംഭവമാണ്. ഇനി ഞാൻ നിങ്ങൾക്ക് അതിൻ്റെ സ്ക്രീൻഷോട്ട്സ് ഏകദേശം എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. ഓക്കെ, നിങ്ങൾ ഈ വെബ്സൈറ്റിൽ പോകുമ്പോൾ നിങ്ങൾ ആദ്യം തന്നെ ചെയ്യുമ്പോൾ നിങ്ങൾ അപ്ലൈ നൗ കണ്ടല്ലോ, ആ അപ്ലൈ നൗ ഇപ്പം നിങ്ങൾക്ക് കിട്ടില്ല. വരുമ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഇങ്ങനത്തെ ഒരു സ്ക്രീൻ ഉണ്ടാവും. ഇവിടെ നിങ്ങളോട് ചോദിക്കുന്നത് സെലക്ട് ഡിസ്ട്രിക്ട്. നിങ്ങളോട് ആദ്യം ഡിസ്ട്രിക്ട് വയ്ക്കും. ഈ ഇൻ്റർഫേസ് കഴിഞ്ഞ വർഷങ്ങളിൽ ഉപയോഗിച്ചതാണ്. ചിലപ്പോൾ ഈ വർഷം ചെറുതായിട്ട് മാറും, പ്രോസസ്സ് ചെയ്യുമായിരിക്കും. ഓക്കെ, നിങ്ങൾ ചോദിക്കുന്നു. അത് കഴിഞ്ഞ് നിങ്ങളോട് കാൻഡിഡേറ്റ് ലോഗിൻ ചോദിക്കുന്നു. ഓക്കെ, അപ്പോൾ ഇവിടെ എന്താണ് നിങ്ങൾ ചെയ്യേണ്ടത്? നിങ്ങളുടെ ഡീറ്റെയിൽസ് അടിച്ചു കൊടുക്കുക. നിങ്ങൾ ആദ്യം നിങ്ങൾ രജിസ്റ്റർ ചെയ്യണം. ഓക്കെ, അപ്പോൾ SSLC സ്കീം എന്ന് പറഞ്ഞാൽ നിങ്ങൾ സ്റ്റേറ്റ് ആണോ ഉപയോഗിച്ചത്, സ്റ്റേറ്റ് എക്സാം ആണോ, SSLC എക്സാം ആണോ, CBSE ആണോ, ICSE ആണോ, കഴിഞ്ഞ വർഷങ്ങളിൽ, ഇപ്പോൾ കഴിഞ്ഞ വർഷത്തിൽ അതിന് മുമ്പ് എഴുതിയ SSLC ആണോ എന്നൊക്കെ പറഞ്ഞുതരും. അതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെ കുറേ സംഭവങ്ങളുണ്ട്. SSLC ഈ ദിവസങ്ങളിൽ അതൊക്കെ നിങ്ങൾക്ക് ആ സമയമാകുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിക്കോളും. ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, ഇത് റിലീസ് ആകുമ്പോൾ വേറെ സ്പെഷ്യൽ വീഡിയോ ആയിരിക്കും. പിന്നെ നിങ്ങളുടെ ഇയർ പാസ് ബ്ലൂ ഒക്കെ കൊടുക്കുന്നു. ഓക്കെ, ഈ ഡീറ്റെയിൽസ് ഒക്കെ കൊടുക്കുന്നു. അത് സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഒക്കെ ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെയാണ് നിങ്ങളുടെ സ്കീമുകൾ. അത് ചെറിയ മാറ്റങ്ങളുണ്ട് ഈ വർഷം. അപ്പോൾ അതൊക്കെ നിങ്ങൾ ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾ ഡീറ്റെയിൽസ് ഒക്കെ ഫില്ല് ചെയ്തു. ഈ സാധനങ്ങളൊക്കെ ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് കാൻഡിഡേറ്റ് ലോഗിൻ നിങ്ങൾ ഡീറ്റെയിൽസ് നിങ്ങൾ OTP വെച്ചിട്ട് ലോഗിൻ ചെയ്യണം. ഓക്കെ, ഫോൺ നമ്പർ OTP ഇങ്ങോട്ട് കൊടുക്കുക. ഓക്കെ, അതും കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്താണ് ഒരു പാസ്വേഡ് കൊടുക്കാൻ പറ്റും. അപ്പോൾ പാസ്വേഡ് നിങ്ങൾ എൻ്റർ ചെയ്യുന്നു, നിങ്ങളുടെ ലോഗിൻ ഡീറ്റെയിൽസ് ആയി. ഓക്കെ, അപ്പോൾ നിങ്ങൾ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് ആപ്ലിക്കേഷൻ ഫോമിൽ ലോഗിൻ ഡീറ്റെയിൽസ് കാൻഡിഡേറ്റ് ലോഗിൻ. ഇനി അത് കഴിഞ്ഞിട്ട് നിങ്ങൾ ആ യൂസർ നെയിമും നിങ്ങളുടെ ആപ്ലിക്കേഷൻ നമ്പർ ആയിരിക്കും യൂസർ നെയിം, പാസ്വേഡും പിന്നെ ഡിസ്ട്രിക്റ്റും സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലോഗിൻ ചെയ്യാം. ഇനി ശരിക്കും ആപ്ലിക്കേഷന് വേണ്ടിയിട്ട്. ഓക്കെ, അപ്പം നിങ്ങളുടെ എന്താണ് ഹോം പേജിൽ ഇങ്ങനെ വരും. അപ്ലൈ ഓൺലൈൻ എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഉണ്ട്, അപ്ലൈ ഓൺലൈൻ. ഓക്കെ, ഇനി അപ്ലൈ ഓൺലൈനിൽ വന്നാൽ നിങ്ങൾക്ക് ആദ്യം നിങ്ങൾ സൈനപ്പ് ചെയ്തപ്പോൾ കുറച്ച് ഡീറ്റെയിൽസ് ഒന്നുമില്ല, ആ സാധനങ്ങൾ ഇവിടെ ഉണ്ടാവും. ഇനി അതിന് താഴേക്ക് കുറേ ഡീറ്റെയിൽസ് കൊടുക്കണം. നിങ്ങളുടെ പേര്, കാസ്റ്റ്, കമ്മ്യൂണിറ്റി, നിങ്ങളുടെ കുറേ കാര്യങ്ങൾ, മദേഴ്സ് നെയിം, ഫാദേഴ്സ് നെയിം, എൻറോൾ നമ്പറും ആധാർ നമ്പർ, കുറേ കാര്യങ്ങളുണ്ട്. ഓക്കെ, അപ്പോൾ അതൊക്കെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് വീഡിയോയിൽ പറയുന്നതായിരിക്കും. അപ്പോൾ ഇതൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ട് നിങ്ങൾ സാധനങ്ങളൊക്കെ റെഡിയാക്കി വെക്കുക. നിങ്ങളുടെ എന്തെങ്കിലുമൊക്കെ കോ കരിക്കുലർ ആക്ടിവിറ്റീസിന് വേണ്ടിയിട്ട് സ്റ്റേറ്റ് സയൻസ് ഫെയർ, സ്റ്റേറ്റ് സോഷ്യൽ സയൻസ് ഫെയർ, സ്റ്റേറ്റ് മാത്സ്, അതൊക്കെ എല്ലാ സർട്ടിഫിക്കറ്റും സംഭവങ്ങളൊക്കെ റെഡിയാക്കി വെക്കുക. പിന്നെ അതേപോലെ റെസിഡൻസ് സ്റ്റേറ്റ്, നിങ്ങളുടെ അഡ്രസ്സും സംഭവങ്ങളും ആധാർ കാർഡൊക്കെ റെഡിയാക്കി വെക്കുക. അത് റെഡിയാക്കി വെക്കും. നിങ്ങളുടെ അഡ്രസ്സും ഇതൊക്കെ അഡ്രസ്സ് വെറുതെ ചോദിക്കുന്നു. ഇമെയിൽ ID, ഫോൺ നമ്പർ, പിന്നെ നിങ്ങളുടെ ബോണസ് പോയിന്റ്സ് NCC ഉണ്ടോ, അല്ലെങ്കിൽ സ്കൗട്ട് ഗൈഡ് ആയിരുന്നോ, സ്വിമ്മിങ്, സ്റ്റുഡൻറ്റ് പോലീസ്, കാഡറ്റ് ആയിരുന്നോ, അങ്ങനത്തെ കുറച്ച്
ഡിപ്പെൻഡൻറ്റ് ഓഫ് ജവാൻ ഓർ ഇൻ സർവീസ് എക്സ് സർവീസസ് അല്ലെങ്കിൽ ഡിപ്പെൻഡൻറ്റ് ഓഫ് ജവാൻ അല്ലല്ലേ നണ്ണാണോ, അതൊക്കെ നിങ്ങൾ കുറേ സാധനങ്ങളുണ്ട്. അതേപോലെ തന്നെ പാർട്ടിസിപ്പേഷൻ ഇൻ സ്പോർട്സ്, പാർട്ടിസിപ്പേഷൻ യൂത്ത് ഫെസ്റ്റിവൽസ്, അതൊക്കെ നിങ്ങൾ റെഡിയാക്കി വെക്കുക. പിന്നെ NTSC ഈ വർഷം ഇല്ലാത്തതുകൊണ്ട് അതില്ല. പിന്നെ ഈ സ്റ്റേറ്റ് സയൻസ് ഫെയർ ഇങ്ങനെ കുറേ കാരണം IT ക്ലബ്, എല്ലാ ക്ലബ് പാർട്ടിസിപ്പേഷൻ്റെയും കാര്യങ്ങൾ റെഡിയാക്കി വെക്കുക. ഇനി അത് കഴിയുമ്പോൾ നിങ്ങളുടെ CBSEക്കാരാണെങ്കിൽ നിങ്ങളുടെ CBSE മാർക്ക് മാനുവലി എൻട്രി ചെയ്യണം. സ്റ്റേറ്റുകാർ ഓട്ടോമാറ്റിക്കലി ഇങ്ങോട്ട് വന്നോളും. ഓക്കെ, ഇനി നോക്കിക്കേ, അത് കഴിഞ്ഞാൽ നിങ്ങളുടെ CBSEക്കാരാണ് മാർക്ക് ഇവിടെ എൻട്രി ചെയ്ത് കൊടുക്കുക. വളരെ സിമ്പിളാണ്. ഇനി അത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇങ്ങനത്തെ ഒരു ശീലം, ഇവിടെയാണ് നിങ്ങൾ ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, SWS ഓൺലൈൻ ആപ്ലിക്കേഷൻ എൻട്രി. അവിടെ നിങ്ങൾ എന്ത് ചെയ്യണം, ഇവിടെ നിങ്ങൾ സ്കൂൾ ചൂസ് ചെയ്യണം. ഓക്കെ, സ്കൂൾ ചൂസ് ചെയ്യുന്നതാകുമ്പോൾ നിങ്ങൾക്ക് ഏകദേശം 10 കുറേ ഓപ്ഷൻസ് കൊടുക്കും നിങ്ങളുടെ പ്രയോറിറ്റി അനുസരിച്ച്. നിങ്ങളുടെ അടുത്തുള്ള സ്കൂൾ, നിങ്ങൾക്ക് ഇഷ്ടമുള്ള സ്കൂൾ, നിങ്ങളുടെ അങ്ങനെ നിങ്ങൾ സെലക്ട് ചെയ്യുക, നിങ്ങൾക്ക് ആവശ്യമുള്ള സ്ട്രീമുള്ള സ്കൂൾ. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ സ്കൂൾ കോഡ് ഞെക്കാൻ വേണ്ടിയിട്ട് സ്കൂൾ ലിസ്റ്റ് കിട്ടും. ഓക്കെ, നിങ്ങളുടെ സ്കൂളിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കോഴ്സ് കിട്ടുമെന്ന് അറിയണ്ടേ, അപ്പോൾ അത് ഞെക്കിയാൽ ഏകദേശം ഇങ്ങനത്തെ ഒരു ലിസ്റ്റ് കിട്ടും. എന്താ കുറേ 10177 KR ഹയർ സ്കൂൾ എന്താണ് എനിക്ക് കറക്റ്റ് വായിക്കാൻ പറ്റില്ല, കോ എഡ്യൂക്കേഷനാണ്, എയ്ഡഡ് ജനറലാണ്, 3911 ഈ കോഴ്സസ് അവിടെ ഉണ്ടെന്നാണ് പറയുന്നത്. ഓക്കെ, അതേപോലെ വേറെ നോക്കുകയാണ് MGM HSS ഈങ്ങപ്പുഴ എന്താണ് എയ്ഡഡ് മൈനോറിറ്റി 39 ഉണ്ട്. ഈ കോഴ്സസ് അവിടെ ഉണ്ട്. അപ്പോൾ നിങ്ങളുടെ കോഴ്സ് നിങ്ങൾക്ക് അത് മേലെ കാണിച്ചു തരും. സയൻസ് ആണോ, കൊമേഴ്സ് ആണോ, ബയോ സയൻസ് ആണോ, എല്ലാം ഡീറ്റെയിൽസ് ഉണ്ടാവും. ഓക്കെ, അത് വെച്ചിട്ട് നിങ്ങൾക്ക് ഇവിടെ ഇങ്ങനെ പ്രയോറിറ്റി ആഡ് ചെയ്ത് പോവാം. ഓക്കെ, നിങ്ങൾക്ക് അവിടുത്തെ കോഴ്സും സെലക്ട് ചെയ്യാം, ഏതാണ് നിങ്ങൾക്ക് താല്പര്യം. ഓക്കെ, നിങ്ങൾ ഇത് കഴിഞ്ഞാൽ നിങ്ങളുടെ +1 അലോട്ട്മെൻറ്റായി നിങ്ങളുടെ എല്ലാം ഫൈനൽ സംഭവം ഇങ്ങനെ ഏകദേശം കാണാൻ പറ്റും, ചെക്ക് ചെയ്യാൻ പറ്റും. പിന്നെ കുറച്ച് കഴിയുമ്പോൾ നിങ്ങൾക്ക് അത് മാറ്റാനും പറ്റും കേട്ടോ. നിങ്ങളുടെ പ്രിഫറൻസ് ഒക്കെ മാറ്റാം, പിന്നെ നിങ്ങളുടെ ഡീറ്റെയിൽസ് ഒക്കെ കുറച്ച് ദിവസത്തേക്ക് മാറ്റാൻ പറ്റും. അപ്പോൾ നിങ്ങളുടെ ആപ്ലിക്കേഷൻ റെഡി ആയി. ഓക്കെ, നിങ്ങളുടെ ആപ്ലിക്കേഷൻ റെഡി ആയി കഴിഞ്ഞാൽ നിങ്ങളിപ്പം എന്തൊക്കെ ചെയ്തു, നിങ്ങളുടെ +1 ഏകജാലകം പോർട്ടലിൽ നിങ്ങളുടെ ആപ്ലിക്കേഷൻ മൊത്തം തീർന്നു. ഓക്കെ, ആപ്ലിക്കേഷൻ തീർന്നു. ഇനി അടുത്ത് വരുന്നതാണ് ട്രയൽ അലോട്ട്മെൻറ്റ്. ആപ്ലിക്കേഷൻ്റെ വിൻഡോ ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു ട്രയൽ അലോട്ട്മെൻറ്റ് വരും. ട്രയൽ അലോട്ട്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ഇപ്പം എല്ലാവരും കൊടുത്തിരിക്കുന്ന നിങ്ങളുടെ പ്രിഫറൻസും സ്കൂളും കോഴ്സും അനുസരിച്ച് ഒരു അലോട്ട്മെൻറ്റ് വന്നാൽ ഗവൺമെൻറ് തീരുമാനിക്കുക നിങ്ങൾക്ക് ഈ സ്കൂളാണ്, നിങ്ങൾക്ക് ഈ സ്കൂൾ ഏതാണ് കിട്ടുക എന്ന് പറയും. അപ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റും ഏകദേശം നിങ്ങൾക്ക് ഏത് സ്കൂളിൽ എന്ത് കോഴ്സ് കിട്ടും നിങ്ങളുടെ മാർക്ക് വെച്ചിട്ട്. ചിലപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നതിന് കിട്ടും, ചിലപ്പോൾ വിചാരിക്കാത്തതായിരിക്കും വരിക. അപ്പോൾ നിങ്ങൾക്ക് ഈ ട്രയൽ അലോട്ട്മെൻറ്റ് പ്രകാരം നിങ്ങൾക്ക് ഇഷ്ടമുള്ള റിസൾട്ടാണ് നിങ്ങൾ അങ്ങനെ തന്നെ വെച്ചാൽ മതി. അല്ലെങ്കിൽ നിങ്ങൾക്ക് ചെറിയ മാറ്റങ്ങൾ വന്നു, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കോഴ്സിൽ നിങ്ങൾ വിചാരിച്ച പോലെ കിട്ടിയില്ല, അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ മാറ്റാൻ പറ്റും. ഇവിടുന്ന് ചേഞ്ച് ചെയ്തിട്ട് ഫസ്റ്റ് അലോട്ട്മെൻറ്റിന് മുമ്പ് നിങ്ങൾക്ക് കുറച്ച് ദിവസങ്ങൾ തരും. ഫസ്റ്റ് അലോട്ട്മെൻറ്റിന് മുമ്പ് നിങ്ങൾക്ക് നിങ്ങളുടെ സ്കൂളും പ്രിഫറൻസും, ഞാൻ കാണിച്ച അവസാനത്തെ സാധനം പ്രിഫറൻസും മാറ്റാൻ പറ്റും. ഓക്കെ, ഇനി ശരിക്കത്തെ ഫസ്റ്റ് അലോട്ട്മെൻറ്റ് വരുന്നു. നിങ്ങൾക്ക് ഇത് കഴിഞ്ഞിട്ട് ട്രയൽ അഡ്മിഷൻ എടുക്കാം. നിങ്ങൾക്ക് ചിലപ്പോൾ നിങ്ങളുടെ ഫസ്റ്റ് പ്രിഫറൻസ് സ്കൂൾ കിട്ടിയില്ല, സെക്കൻഡ് കിട്ടിയില്ല, തേർഡ് കിട്ടിയില്ല, ചിലപ്പം ഫോർത്ത് പ്രിഫറൻസ് കിട്ടി. അപ്പോൾ നിങ്ങൾക്ക് ട്രയൽ അഡ്മിഷൻ എടുത്തിട്ട് അവിടെ തുടരാം. എന്നിട്ട് കുറച്ച് കഴിയുമ്പോൾ സെക്കൻഡ് അലോട്ട്മെൻറ്റ് വരും. കുറച്ച് കഴിയുമ്പോൾ സെക്കൻഡ് അലോട്ട്മെൻറ്റ് വരും. സെക്കൻഡ് അലോട്ട്മെൻറ്റ് വരുമ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ നിങ്ങളുടെ ഇഷ്ടമുള്ള സ്കൂൾ വന്നിട്ടുണ്ടാവും. ഓക്കെ, ഒരു 2-3 അലോട്ട്മെൻറ്റും കൂടി വരേണ്ടതാണ്. പക്ഷേ അത് ഒഫീഷ്യലായിട്ട് എനിക്കറിയില്ല. കഴിഞ്ഞ വർഷങ്ങളിൽ 5 അലോട്ട്മെൻറ്റ് 4 അലോട്ട്മെൻ്റ് ഒക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ ഇത് മാറി ചാൻസ് കൂടിക്കൊണ്ട് വരും. പക്ഷേ ഇതാണ് ബേസിക് പ്രോസസ്സ്. ആപ്ലിക്കേഷൻ ഫില്ല് ചെയ്യാം ടൈമിന്, അത് കഴിഞ്ഞിട്ട് ട്രയൽ അലോട്ട്മെൻറ്റ് വരും. എന്നിട്ട് നിങ്ങളുടെ പ്രിഫറൻസ് വേണം ഒന്നുകൂടി മാറ്റാം. ഫസ്റ്റ് അലോട്ട്മെൻറ്റ്, സെക്കൻഡ് അലോട്ട്മെൻറ്റ്, ആപ്ലിക്കേഷൻ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ഫുള്ളായിട്ട് എങ്ങനെ ചെയ്യണമെന്ന് മൊത്തം ഡീറ്റെയിൽസ് ആയിട്ട് വീഡിയോ വരുന്നതായിരിക്കും. നിങ്ങൾ ആകെ ചെയ്യേണ്ടത് സബ്സ്ക്രൈബ് ചെയ്യുക ചാനൽ. കാരണം ഫ്രീ ആയിട്ട് എല്ലാ കാര്യം നിങ്ങൾക്ക് പറഞ്ഞുതരും +1 കാര്യത്തിൽ. ഇനി +1 നിങ്ങൾക്ക് എക്സാമിനറുടെ ബാച്ചിൽ പഠിക്കാൻ താല്പര്യമുള്ളവർക്ക് നിങ്ങൾക്ക് അറിയായിരിക്കും എക്സാമിനറുടെ 3 ബാച്ച് ഉണ്ട്. അഗ്നി ബാച്ച് ഫോർ സയൻസ്, പൃഥ്വി ബാച്ച് സയൻസ് നിങ്ങൾക്ക് എൻട്രൻസ് സ്കീമും നീറ്റും എൻട്രൻസിനും കൂടി ഉള്ളത്, ആൻഡ് കൊമേഴ്സ് ബാച്ച് ജ്വാല എന്ന് പറഞ്ഞിട്ട് സയൻസിൻ്റെ മക്കളെ 2 ബാച്ചസ് ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തു. 3rd ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്ന 29th അതേപോലെ തന്നെ കീം നീറ്റിൻ്റെ പൃഥ്വി ബാച്ചും 29th. അപ്പോൾ ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ വേഗം തന്നെ ജോയിൻ ചെയ്യുക. 3999 അഗ്നീൻ്റെ ഫീസ് ആൻഡ് പൃഥ്വിൻ്റെ ഫീസ് 6000 ആൻഡ് ജ്വാല ബാച്ച് നിങ്ങളുടെ അലോട്ട്മെൻറ്റ് കഴിഞ്ഞിട്ട് സ്റ്റാർട്ട് ചെയ്യും. അതിനും ഫീസ് 3999. അപ്പോൾ ജോയിൻ ചെയ്യാൻ മറക്കരുത് ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നിങ്ങൾ കൂടുതൽ ഇൻഫർമേഷൻ തരുന്നതായിരിക്കും. ഓക്കെ.